നമസ്കാരം. ശുക്രനും സൂര്യനും ഒരുമിച്ച് ഒരേ രാശിയിൽ വരുമ്പോൾ ശുക്രാദിത്യ യോഗം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ തന്നെ ഈ സമയം ചില രാശിക്കാരിൽ ഈ മാറ്റം അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു, അഥവാ അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഏപ്രിൽ 13 മുതൽ സൂര്യൻ മേടം രാശിയിലാണ്. ഏപ്രിൽ 24 മുതൽ ശുക്രനും മേടം രാശിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനാൽ സൂര്യനും ശുക്രനും ചേർന്ന് ശുക്രാദിത്യ യോഗം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അവസരമാണ് ഇത്. അതിനാൽ തന്നെ ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ യോഗത്തിൻ്റെ ശുഭഫലങ്ങൾ അഥവാ അനുകൂലമായ കാര്യങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ, പല രാശിക്കാരുടെയും ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്നു ചേരും. മെയ് 14 വരെ ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും വന്നു ചേരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ മെയ് 14 വരെ അനുകൂലമായ മാറ്റങ്ങൾ ശുക്രാദിത്യ യോഗത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാദിത്യ യോഗം ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. ഇത് കൂടാതെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമായ കാര്യങ്ങൾ ധനവർദ്ധനവുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എന്ന് തന്നെ പറയാം. കാരണം വരുമാനം വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് മികച്ച അവസരങ്ങൾ, കർമ്മമേഖലയിൽ ഉയരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കുവാനും അനുകൂലമാണ് സമയം. അതിനാൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ മനസ്സിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ, പോസിറ്റീവായ ചിന്താഗതി വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം ലോട്ടറി ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇവരെ തേടിയെത്തുവാനും സാധ്യതയുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. പ്രധാനമായും ധനപരമായ കാര്യങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില വ്യക്തികളുമായി തർക്കങ്ങൾ വന്നു ചേരുകയും അതിനാൽ തന്നെ ദോഷകരമായ ഫലങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. എന്നാൽ കാര്യങ്ങൾ ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതല്ല എങ്കിൽ ദോഷകരമായ ഫലങ്ങളും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാകുന്നു. കർക്കിടകം രാശിക്കാർക്ക് സൂര്യനും ശുക്രനും കൂടിച്ചേരുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ അഥവാ ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജോലി സംബന്ധമായി അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ജോലിയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുക, ജോലിയിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, സ്ഥാനോന്നതി ലഭിക്കുക, സ്ഥലം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് തന്നെ ലഭിക്കുക, അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കുവാനും അനുകൂലമാണ് സമയം. ജോലി മാറുവാനും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. വിദേശത്തും നാട്ടിലും തൊഴിൽ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട്. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം. ജോലിയിലും ബിസിനസ്സിലും ഒരേപോലെ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരുക, പുതിയ കരാറുകൾ ലഭിക്കുക. അത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബിസിനസ്സിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾ അർഹിച്ചതായ വിജയങ്ങൾ, അർഹിച്ചതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. അനുകൂലമായ ഫലങ്ങൾ തീർച്ചയായും കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം.
ഭാഗ്യം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളെ പിന്തുണയ്ക്കുകയും അതിനാൽ തന്നെ നേട്ടങ്ങൾ വന്ന് ചേരുകയും ചെയ്യാം. ജോലിയില്ലാത്തവർക്കും ഈ സമയം പുതിയ തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും കടന്നു വരാം. കൈവായ്പകൾ പോലും തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം അല്പം ശ്രദ്ധയോടെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. കാരണം വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ തർക്കങ്ങളിലൂടെയും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ തർക്കങ്ങളിലൂടെയും നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ തർക്കങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിക്കാർക്ക് ശുക്രാദിത്യ യോഗത്തിന്റെ സ്വാധീനം പല വിധത്തിലുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെ പറയാം. പല വിധത്തിലുള്ള ഗുണങ്ങളാണ് വന്നു ചേരുക. ഭാഗ്യം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരും. ജനപ്രീതിയും അംഗീകാരവും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പലപ്പോഴും ഭാഗ്യം നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കാരണം പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം എപ്പോഴും തുണയ്ക്കുകയും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിങ്ങൾക്കൊപ്പം പല സുഹൃത്തുക്കളും അടിയുറച്ച് നിൽക്കുകയോ അവരുമായി ബന്ധപ്പെട്ടും ശുഭകരമായ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തികപരമായി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല മാറ്റങ്ങളും നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം തന്നെയാണ് ഇത്. ശമ്പള വർധനവിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. സ്ഥാനോന്നതി ലഭിക്കുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ കരാറുകൾ ലഭിക്കുക, കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം തന്നെയാകുന്നു. അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാണ്. തുലാം രാശിക്കാർക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ദാമ്പത്യ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ, അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാം. കാലാകാലങ്ങളായി നിലനിന്നിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ പുതിയ അവസരങ്ങൾ, ധനവർദ്ധനവിനുള്ള പുതിയ അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ പല കരാറുകളും നിങ്ങൾക്ക് അനുകൂലമാവുകയോ പുതിയ കരാറുകൾ അല്ലെങ്കിൽ ബിസിനസ് വിപുലീകരണത്തിന് സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൊതുവെ കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. കർമ്മ മേഖലയിലും മറ്റ് കാര്യങ്ങളിലും ഇത് പ്രതിഫലിക്കുകയും അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സഹായകരമായി തീരുകയും ചെയ്യും. കൂടാതെ ഈ സമയം തീർച്ചയായും ജോലി ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക എന്ന കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നത് പോലെ തന്നെ തൊഴിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് വ്യക്തികൾക്കും തൊഴിൽ അവസരങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തികൾക്കും അനുകൂലം തന്നെയാണ് സമയം. എന്നാൽ ഈ സമയം തർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത്തരം തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുക. കൂടാതെ ഈ സമയം സംസാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ കുടുംബത്തിനും പുറത്തും പ്രശ്നങ്ങൾ വന്നു ചേരാം. ബന്ധങ്ങളിൽ പോലും ഉലച്ചിൽ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ധനപരവും അല്ലാതെയും അനുകൂലമായ സമയം തന്നെയാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് നേട്ടങ്ങളുടെ സമയം തന്നെയായിരിക്കും.